ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ലിബ് ഒന്ന് ബ്രൈറ്റനിങ് ആക്കുന്ന ഒരു പാക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ ലിപ്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് തക്കാളി നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് പിഴിഞ്ഞിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിൽ വീഴുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അത് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് അലിഞ്ഞ് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഒരു സ്ക്രബാണ്, പഞ്ചസാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മളെടുത്തിട്ട് ചുണ്ടിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡെഡായിട്ടുള്ള സ്കിന്നൊക്കെ, അതായത് നമ്മളെ ലിപ്സിലുണ്ടാവുന്ന ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സ്കിൻ ഉണ്ടാവില്ല, അതിനെയാണ് ഡെഡ് സ്കിന്ന് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ സ്കിന്നൊക്കെ പോയിട്ട് നമ്മളെ നാച്ചുറലായിട്ടുണ്ടാവുന്ന ആ നല്ല ഗ്ലോ ആയിട്ടുള്ള സ്കിന്ന് തന്നെ ആയിരിക്കും, അത് പോയിട്ട് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത് കേട്ടോ. കൂടുതലായിട്ട് നമ്മളെ ലിപ്സിൽ ഡാർക്ക്നെസ് വരുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം കൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചുണ്ടിന് ഇത്ര ഡാർക്ക്നെസ് ഉണ്ടായിരുന്നില്ല. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഡാർക്ക്നെസ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചില ലിപ്സ്റ്റിക്ക് നമുക്ക് ഭയങ്കരമായിട്ടും ഡാർക്ക്നെസ് നമ്മളെ ചുണ്ടിലേക്ക് ഇതാക്കും. അതുപോലെ തന്നെ ചിലത് എല്ലാത്തിനും അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ചില ലിപ്സ്റ്റിക്കിന് മാത്രം കേട്ടോ ആ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതവിടെ നമ്മളെ പാക്ക് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ നന്നായിട്ടൊന്ന് ചുണ്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞാനിലേക്ക് ആദ്യം മുൾട്ടാനി മിൽറ്റി ആഡ് ചെയ്ത് കൊടുത്തു, കുറച്ച് മതി കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടീൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അധികം വെള്ളമാവാൻ വേണ്ടി പാടില്ല. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, അത് ഇനി അതിലേക്ക് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മളെ ലിപ്സിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇത് തേക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ വരുന്ന ഡാർക്ക്നെസ് മാറാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് കണ്ണിൻ്റെ അടിയിൽ അങ്ങനെ ഡാർക്ക്നെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ലിപ്സിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫുള്ളും കവർ ചെയ്തിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ആവാത്ത സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് ഡ്രൈ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ടത്. വാഷ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ വേഗം വെള്ളം കൊണ്ട് നമ്മൾ അങ്ങോട്ട് വാഷ് ചെയ്ത് കളയല്ല വേണ്ടത്, നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം ഇത് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ലിപ്സിലിട്ടതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. എന്നാലും ഒരു 5 മിനിറ്റും കൂടി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. എന്നിട്ട് 5 മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ആദ്യം കൈയൊന്ന് നനച്ചു, കുറച്ച് വെള്ളമാക്കി. എന്നിട്ട് നമ്മൾ ലിപ്സിൽ ആ ഒരു പാക്ക് ഇട്ട സ്ഥലത്ത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഉരച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 10 മിനിറ്റോളം നിങ്ങൾ എന്താക്കുക, നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ഇത് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒറ്റയടിക്ക് വെള്ളം കൊണ്ട് ഉപയോഗിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴുകി കളയരുത് കേട്ടോ. ആ ഒരു തെറ്റ് ആരും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ സ്ക്രബ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണ്ടേ കേട്ടോ.
അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുള്ള നമ്മളെ പഞ്ചസാര അതുപോലെ തന്നെ തക്കാളീൻ്റെ നീരും ചേർത്ത് വെച്ചിട്ടുള്ളത് ഒന്നും കൂടി ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കുറച്ചുണ്ടെങ്കിൽ മാറ്റി വെക്കുക. എന്നിട്ട് അവസാനമായിട്ടുള്ള സ്റ്റെപ്പിൽ നമ്മൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒരു 5 മിനിറ്റോളം ഞാൻ സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് അത് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം അത് നമ്മൾ ലിപ്സിൽ ഒന്ന് തുടച്ച് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല. ആ കോട്ടൺ പാഡ് വെച്ചിട്ട് തന്നെ നമ്മളത് റിമൂവ് ചെയ്ത് കളയുക. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അതിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും ലിപ് ബാം നമ്മൾ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബിഫോറും ആഫ്റ്ററും ഞാനിത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു.